നിലം തൊടാ വീട്ടിൽ വരാൻ സമയമില്ലാതെ ഷൂട്ട് ചെയ്യുന്ന കാലത്ത് ഒരു ദിവസം വീട്ടിൽ വരുമ്പോ ആരെങ്കിലും വഴി പടമൊന്നും ഇല്ലല്ലേ എന്ന് ചോദിക്കും. ഇല്ല, ഇപ്പൊ റെസ്റ്റാ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പൊ അത് മറ്റേതിപ്പം എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക സിനിമാക്കാർക്കും പറ്റാറുണ്ട്. ശീലമാവുന്ന നമുക്ക് ടെൻഷനാവും. ഓക്കെ, അടുത്തത്. സിദ്ധാർത്ഥ് ഭരതൻ ഏറ്റവും അധികം കിണങ്ങി ശ്രമിച്ചത് എന്തിന്? എന്ത് ശ്രമിച്ചത്? ഹാർഡ് വർക്ക് അതെ അതന്നെ. സെലോ ടേപ്പ് പൊളിക്കാൻ, വയറുള്ള ഇയർഫോണിന്റെ കുരുക്കഴിക്കാൻ. സെല്ലോ ടേപ്പ് പൊളിക്കാൻ ഭയങ്കര കഷ്ടപ്പാടാണ് ശരിക്കും. അത് എവിടെയാണെന്ന് അറിയണ്ട ആദ്യം. ഓക്കെ, സൈചേട്ടാ, സൈജു കുറുപ്പിന് തന്റെ ഈ വലിയ കണ്ണുകൾ കൊണ്ടുള്ള ഏറ്റവും വലിയ ഉപദ്രവം എന്താണ്? ഓപ്ഷൻ എ, എന്തെങ്കിലും കള്ളത്തരം ചെയ്താൽ കണ്ണു നോക്കി ഭാര്യ വേഗം പിടിക്കും. ഓപ്ഷൻ ബി, വലിയ കണ്ണ് ഉള്ളത് കൊണ്ട് കണ്ണുകൊണ്ട് കൂടുതൽ എക്സ്പ്രഷൻ നൽകാൻ പറഞ്ഞ സംവിധായകർ ബുദ്ധിമുട്ടിക്കും. രണ്ടുണ്ട്. എന്ത് കള്ളത്തരം പെട്ടെന്ന് പിടിച്ചിട്ടുള്ളേ? കള്ളത്തരം ഞാൻ ഒരു പ്രാവശ്യം എങ്ങനെയാണെന്ന് വെച്ചാൽ വീട്ടില് അല്ല പറഞ്ഞേക്കാം. അതായത് ഒരു പ്രാവശ്യം വീട്ടിലൊരു ഫാമിലി ഗെറ്റ് ടുഗദർ ഉണ്ടായിരുന്നു. അന്ന് ഞാൻ 2-3 പേക്ക് അടിച്ചു. അപ്പൊ ഈ അടുപ്പിച്ച് പിറ്റേ ദിവസം കൂടെ അടിക്കുന്നത് അത്ര ഭാര്യക്ക് താല്പര്യമില്ല. മാസത്തിൽ ഒരു പ്രാവശ്യം, മാസത്തിൽ 2 പ്രാവശ്യം ഇതൊക്കെയാണ്. അപ്പൊ ഈ അടുപ്പിച്ച് അടിച്ചാൽ ഞാനത് ഒരു പ്രാവശ്യമായിട്ട് എടുക്കുള്ളൂ. അപ്പൊ അത് കാരണം ഞാൻ പിറ്റേ ദിവസം ഒരു സ്ഥലത്ത് പോയപ്പോഴത്തേക്ക് ഗെറ്റ് ടുഗദറിൽ അടിക്കേണ്ടി വന്നു. തിരിച്ചു പോകുന്ന വെച്ചാൽ നോക്കി ഉള്ളിൽ ഇതുണ്ടല്ലോ കുറ്റബോധം. അപ്പൊ നമ്മള് സംസാരിക്കുന്നതൊക്കെ വളരെ യാന്ത്രികമാവും, പുറത്തെ പോലെ. അപ്പൊ അങ്ങനെ എന്റെ കണ്ണ് കണ്ടിട്ട് സംസാരം കേട്ടിട്ട് വൈഫ് പൊക്കി തന്നെ. പക്ഷെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി ഇത് റിപ്പീറ്റ് ചെയ്യരുത് പറഞ്ഞിട്ട് അടിച്ചോ. രണ്ടാമത്തെ എന്തായിരുന്നു? എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി പറയുന്നത്. അത് ചില ആൾക്കാര് പറയും. അപ്പൊ ഞാൻ ഓർക്കും, ഞാനപ്പോ ഇത്രയും പടത്തിൽ അഭിനയിച്ചിട്ട് എനിക്കത് ഞാനങ്ങനെ കണ്ണുകൊണ്ട് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള എനിക്കറിയില്ല. അതാണ് അഭിനയിക്കുമ്പോ ചിലപ്പം കണ്ണിൽ ചിലപ്പോൾ വരുന്നുണ്ടായി, എനിക്കറിയില്ല. ഈ കണ്ണിട്ട് എന്താ പരിപാടി എനിക്കറിയില്ല. എന്റെ മകനും മോക്കും ഒക്കെ നല്ല വലിയ കണ്ണാണ്. എന്റെ മോനെ അവൻ പറയാറുണ്ട്, ബസ്സില് പിള്ളേര് കളിയാക്കുന്നു, ബിഗ് ഐസ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞേട്ടാ, നിനക്ക് ഇപ്പൊ അതിന്റെ ഒരു ഇത് മനസ്സിലാവില്ല. വലുതായി കഴിയുമ്പോഴത്തേക്കും ചിലപ്പം ഒരു പക്ഷെ ഇതൊരു പ്ലസ് ആയിട്ട് മാറും. അപ്പൊ ആക്ച്വലി ഈ കൊച്ചിലെ അങ്ങനെ സംഭവിക്കുന്നത്, ഈ നമ്മുടെ കൂടെയുള്ള നമ്മുടെ ക്ലാസ്മേറ്റ്സ് അല്ലെങ്കിൽ അവരിങ്ങനെ നമ്മളെന്തെങ്കിലുമൊക്കെ ബോഡി ഷെയ്മിങ് ഒക്കെ ഉള്ള രീതിയിൽ നമ്മളെ പറയാറുണ്ട്. ഇപ്പം എന്റെ ലിപ്സിന് ഇപ്പോൾ ഉള്ള വലിപ്പം തന്നെ അന്നും ഉണ്ടായിരുന്നു ഞാൻ ചെറുപ്പത്തിലും. അപ്പൊ ഈ അന്ന് ഈ ചില അങ്ങനെയുള്ള ആക്ടേഴ്സിന്റെ ഇത് വെച്ചിട്ട് കളിയാക്കുമായിരുന്നു. അപ്പൊ അത് നമുക്ക് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യും. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഷാറുഖ് ഖാൻ വന്നു. ഷാറുഖ് ഖാൻ സൂപ്പർ സ്റ്റാർ. അത് സുരേഷ് ഏട്ടനോടാണ്. സുരേഷ് കൃഷ്ണ ഏറ്റവും നന്നായി കൺവിൻസ് ചെയ്ത് ഒഴിവാക്കുന്നത് ആരെയാണ്? ഓപ്ഷൻ എ, വീണ്ടും ചതിയൻ റോൾ ഓഫർ ചെയ്യുന്ന സംവിധായകരെ. ഓപ്ഷൻ ബി, ഡയറ്റ് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റി ഇഡ്ഡലി ഓഫർ ചെയ്യുന്നവരെ. ഓപ്ഷൻ സി ഉണ്ട്. സി ഉണ്ടോ? ആരെയാ? ഇന്റർവ്യൂ ചോദിക്കുന്നവർ. ഇന്റർവ്യൂലെ ചോദ്യങ്ങൾ രണ്ടും എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. ഫസ്റ്റ് പിന്നെന്താ, തീർച്ചയായും എന്റെ പ്രൊഫഷൻ അല്ലേ, അപ്പൊ തീർച്ചയായിട്ടും സ്വീകരിക്കും സന്തോഷത്തോടു കൂടി തന്നെ. പിന്നെ ഇഡ്ഡലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. 45 ഇഡ്ഡലി ഒന്നും കഴിച്ചിട്ടില്ലേ? ഉണ്ടായിരുന്നു. എങ്ങനെ കഴിക്കാൻ പറയണേ? പെട്ടെന്ന് ഒറ്റടിക്ക് ഇപ്പൊ കഴിക്കാൻ പറഞ്ഞാൽ കഴിക്കാൻ പറ്റത്തില്ല. ആ സമയത്ത് ആ പ്രായം ഇതൊക്കെയുള്ളത്. അപ്പം സെഗ്മെന്റ് കഴിഞ്ഞു. അപ്പം സൈചേട്ടനാണെങ്കിൽ സൈചേട്ടന്റെ ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കാൻ പറഞ്ഞ കാര്യമാണ് ആട് 3നെ പറ്റി. അന്ന് ഞാൻ ചോദിച്ചു ആട് 3 കൈക്കുഴ കുഞ്ഞപ്പനെ കൈ വെട്ടുമെന്ന്. ഇപ്രാവശ്യം എനിക്ക് ചോദിക്കാനുള്ളത് എന്താന്ന് വെച്ചാൽ, ഒരുപാട് റൂമേഴ്സ് കേൾക്കുന്നുണ്ട്. ആട് 3 3 കാലഘട്ടം കാണിക്കുന്നുണ്ട്. പ്രസന്റ്,
500 വർഷം മുന്നേ, 500 വർഷത്തിന് ശേഷം, മമ്മൂക്കുണ്ട്, ലാലേട്ടനുണ്ട്, എന്തൊക്കെയാണ് ഇതിനകത്തുള്ള സത്യാവസ്ഥ? സത്യാവസ്ഥ ഇവരൊക്കെ ഉണ്ടോന്നുള്ളത് ഞാൻ അറിഞ്ഞിട്ടില്ല. പക്ഷെ ചിലപ്പോ കാണാം കേട്ടോ. ബോളിവുഡിൽ നിന്നും ആണോ? ഒക്കെ കാണാം. അല്ല അതിപ്പോ ഞാൻ ചേർത്താണ്. ഞാനായിട്ട് സർപ്രൈസ് ഉണ്ട്. സർപ്രൈസ് ഉണ്ട്. പിന്നെ 3 കാലഘട്ടമല്ല, 2 കാലഘട്ടം. യെസ്, ആ 2 കാലഘട്ടം ഉണ്ട്. വളരെ ടൈം ട്രാവൽ ആണ്. ഒരു വെറൈറ്റി ജോണറാണ്. അങ്ങനെ നമ്മൾ ഒരുപാട് ടൈം ട്രാവൽ സിനിമകൾ കണ്ടില്ലല്ലോ. അപ്പൊ അതൊരു വളരെ രസം. എന്താ ഞാൻ പറയുക, ഭയങ്കര രസമുള്ളൊരു സിനിമയായിരിക്കും. അപ്പൊ അടുത്ത ഒരു പറഞ്ഞ പോലെ ആട് 1ഉം 2 ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അതൊക്കെ ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് രസിച്ചു, ഭയങ്കരമായിട്ട് ചിരിച്ചു ആൾക്കാർ. ഇതില് thoroughly ആൾക്കാരെ ചിരിപ്പിക്കുന്ന തേർഡ് പാർട്ടായിരിക്കും. ഭയങ്കര കുറച്ചുകൂടെ ഒരു വലിയ ക്യാൻവാസിലാണ് ഈ പടം ഷൂട്ട് ചെയ്യപ്പെടുന്നത്. അത്യാവശ്യം നല്ല ബഡ്ജറ്റ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ആട് 1ഉം 2ഉം കൂടെ ചേർത്താൽ എത്രമാത്രം ബഡ്ജറ്റ് ആയിരുന്നു, അതിനേക്കാളും ഒക്കെ ഭയങ്കരമായിട്ട് കൂടുതലാണ് ആട് 3യുടെ ബഡ്ജറ്റ്. സോ അത് എന്തായാലും നമുക്ക് ആൾക്കാർക്കൊരു പ്രതീക്ഷ ഉണ്ടല്ലോ ആടിന്റെ തേർഡ് പാർട്ട് എന്ന് പറയുമ്പോൾ. അതിനേക്കാളും മേളിലായിരിക്കും അത് നമ്മൾ കൊടുക്കുന്നത്. അതെ, ഞാനത് കേട്ടതാ. വെരി ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയാണ്. ഓക്കെ, അപ്പം ആട് 1 ആണെങ്കിൽ തിയേറ്റേഴ്സിൽ അത്ര വിജയമായില്ലെങ്കിലും പിന്നെ പ്രിന്റിൽ വന്നപ്പോൾ ഭയങ്കര വിജയമായിരുന്നു. അതുപോലെ തന്നെയാണ് ഭരതനാട്യം OTT-യിൽ ഭയങ്കര ഗംഭീര റെസ്പോൺസ് ആയിരുന്നു. അപ്പം മോഹിനിയാട്ടം ഇനി വരാൻ പോകുന്നു എന്നൊക്കെ കേൾക്കുന്നു. അപ്പം ആട് ഭയങ്കര സക്സസ്ഫുൾ ആയിരുന്നല്ലോ. ആ ഒരു പ്രചോദനമാണോ മോഹിനിയാട്ടം ചെയ്യാൻ ചേട്ടനെ പ്രേരിപ്പിച്ചത്? ഡെഫിനറ്റ്ലി ഞങ്ങളുടെ എല്ലാവരുടെയും പ്രചോദനം ആട് തന്നെയാണ്. വെച്ചാല് തിയേറ്ററിൽ വർക്ക്ഔട്ട് ആകാത്തൊരു പടം പിന്നെ അത് വേറെ പ്ലാറ്റ്ഫോമിൽ വരുമ്പോഴത്തേക്ക് അത് ഭയങ്കരമായിട്ട് സക്സസ്ഫുൾ ആവുന്നു. അപ്പം അത് തന്നെ, ആട് തന്നെയാണ് നമ്മുടെ പ്രചോദനം. അന്നത് കൃഷ്ണദാസ് എന്നാണ് നമ്മുടെ റൈറ്റർ ഡയറക്ടറുടെ പേര്. മിഥുനുമായിട്ട് ഞങ്ങള് ഒരു ദിവസം സ്ക്രിപ്റ്റ് റീഡിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ മിഥുനോട് അവൻ ഡയറക്റ്റ് പറഞ്ഞു, ചേട്ടാ നിങ്ങളാണ് നമ്മുടെ പ്രചോദനം ഈ സിനിമ ചെയ്യാൻ. ഡെഫിനറ്റ്ലി അത്. ഓക്കെ, സുരേഷ് ചേട്ടാ, കൺവിൻസിങ് സ്റ്റാർ എന്നുള്ള പേര് പോലെ ഇവർക്ക് രണ്ടുപേർക്കും ചേട്ടൻ ഒരു പേര് കൊടുക്കാൻ പറഞ്ഞ ചേട്ടൻ എന്ത് കൊടുക്കും? സൈജു ചേട്ടനും സിദ്ധാർത്ഥ ചേട്ടനും. ഓക്കെ, സ്റ്റാറുകളൊന്നുമില്ല. സ്റ്റാർ കൊടുക്കാറായിട്ടില്ല. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം ജൂലൈ 18-ന് ഇറങ്ങാൻ പോകുന്ന ഫ്ലാസ്കിനെ പറ്റി നിങ്ങൾക്ക് പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? എല്ലാവരും തിയേറ്ററിൽ വരിക, ഈ സിനിമയെ കാണുക, കണ്ടിട്ട് അഭിപ്രായം അറിയിക്കുക. തീർച്ചയായിട്ടും ഒരു വളരെ പുതുമയുള്ള ഒരു സബ്ജക്റ്റും പുതുമയുള്ള കുറേ കഥാപാത്രങ്ങളും ഒക്കെയാണ് ഇതിനകത്തുള്ളത്. എല്ലാ വിഭാഗക്കാർക്കും ഇഷ്ടപ്പെടാവുന്ന ഒരു സിനിമയായിരിക്കും. തിയേറ്ററിൽ തന്നെ ഒന്ന് കാണണം എന്നുള്ള അഭ്യർത്ഥന മാത്രം. ഓക്കെ, അപ്പം എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.